മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷമല്ലേ? പിന്നെ ഉണ്ടല്ലോ, ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ ഒന്ന് കുരിശ് വരച്ച് തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? അതെ അല്ലേ? അപ്പോഴേ കുരിശ് വരയ്ക്കുന്ന നിങ്ങളെപ്പോലെ ഉള്ള കുഞ്ഞു കുട്ടികൾ കുരിശ് വരയ്ക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ കാണിക്കാം. അപ്പം വീഡിയോയുടെ ഒപ്പം അത് കാണുന്നതിനൊപ്പം കുഞ്ഞുമക്കളെല്ലാവരും ഒരുമിച്ച് കുരിശ് വരയ്ക്കണം കേട്ടോ. കൂട്ടുകാരി, രാവിലെ എഴുന്നേൽക്കുമ്പോ ആദ്യം എന്താ ചെയ്യാറുള്ളത്? ആദ്യം കുരിശ് വരയ്ക്കണം. നമുക്കാദ്യം വലിയ കുരിശ് വരെ പഠിച്ചാലോ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇനി നമുക്ക് ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. ഒപ്പം ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കൂട്ടുകാരി, ഇനി നമുക്ക് ചെറിയ കുരിശ് വരെ പഠിക്കാം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പഠിക്കുന്നതിന് മുമ്പും ഭക്ഷണത്തിന് മുമ്പും യാത്രയ്ക്ക് മുമ്പും ഉറങ്ങുന്നതിന് മുമ്പും കുരിശ് വരയ്ക്കാൻ മറക്കല്ലേ. ഇത് നമുക്ക് ശക്തിയും സംരക്ഷണവും തരുന്നു. വീഡിയോ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കുരിശ് വരച്ചോ? നമുക്കൊന്ന് ഒരുമിച്ച് ഒന്ന് കുരിശ് വരയ്ക്കാലോ? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇനി ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലണം കേട്ടോ. എൻ്റെ ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങളെല്ലാവരെയും ഇന്നേ ദിവസം അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ നിങ്ങൾ കുരിശ് വരച്ചു അല്ലേ? എപ്പോഴൊക്കെയാണ് കുരിശ് വരയ്ക്കുന്നത്? നിങ്ങൾ എപ്പോഴൊക്കെയാണ് കുരിശ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞേ. രാവിലെ എണീക്കുമ്പോൾ കുരിശ് വരയ്ക്കും. വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് കുരിശ് വരയ്ക്കും. പിന്നെയോ രാത്രിയിൽ കിടക്കാൻ നേരം കുരിശ് വരയ്ക്കും. ആരോ പറഞ്ഞല്ലോ പള്ളിയിൽ പോകുമ്പോൾ കുരിശ് വരയ്ക്കും അല്ലേ? പള്ളിയിൽ ചെല്ലുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? മുട്ടുകുത്തി നമ്മൾ കുരിശ് വരയ്ക്കും അല്ലേ? അപ്പോൾ എന്ത് പ്രാർത്ഥന തുടങ്ങുന്നതും കുരിശ് വരയ്ക്കുന്നതിലൂടെ അല്ലേ? കുരിശ് വരച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നത്. ഈ കുരിശ് വരയ്ക്കുന്ന നമ്മൾ വീഡിയോയിൽ കണ്ടു. എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന കുരിശ് വരയ്ക്കുമ്പോൾ. വലിയ സംരക്ഷണം കിട്ടും അല്ലേ? ഈശോയുടെ വലിയ സംരക്ഷണം കിട്ടും. പിന്നെ നമ്മൾ എന്താ കണ്ടേ? ശത്രുക്കളിൽ നിന്നല്ലേ നമ്മളെ രക്ഷിക്കും. നമ്മുടെ ശത്രു ആരാ? കൊമ്പൊക്കെയുള്ള ആരാണ്? സാത്താനല്ലേ? സാത്താനിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. എന്ത് ചെയ്താൽ? കുരിശ് വരച്ചാൽ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴല്ലേ കുരിശ് വരയ്ക്കുമ്പോഴുണ്ടല്ലോ, ഈ സാത്താനുണ്ടല്ലോ, സാത്താൻ ഓടിപ്പോകും. സാത്താൻ എപ്പോഴും ഇങ്ങനെ നടപ്പുണ്ട്. നിങ്ങൾ പഠിക്കാനായിട്ട് പപ്പയും മമ്മിയൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? TV കാണാൻ പോകും. TV കാണാൻ പോകാൻ വേണ്ടി തോന്നുന്ന ആര് തോന്നിക്കുന്ന? സാത്താൻ തോന്നിക്കും. എന്താണെന്നറിയാമോ? ഇപ്പം പഠിക്കണ്ട, ഇപ്പം പ്രാർത്ഥിക്കണ്ട, പോയി TV കാണുക, പോയി കളിക്കും, നിങ്ങൾക്ക് മനസ്സ് തോന്നിക്കും. അപ്പോഴുണ്ടല്ലോ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ തരുന്ന അല്ലേ സാത്താൻ ഓടിപ്പോകും. അപ്പോഴുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുരിശ് വരയ്ക്കണം. അങ്ങനെ വലിയ സംരക്ഷണം, ഈശോയുടെ സംരക്ഷണം നമുക്ക് കിട്ടും. പിന്നെയോ സാത്താനൊക്കെ ഓടിപ്പോകും. പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ആരാ? നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആരാ? നമ്മുടെ ഈശോ കേട്ടോ. ഈശോയാണ് നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. എന്താണ്? ഉച്ചത്തിൽ പറഞ്ഞേ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. 14ാമത്തെ പാഠമാണേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഈശോ നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ
നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞായിരുന്നു. നമ്മൾ പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? ഈശോ ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് പഠിച്ചു, വിശന്ന് വലിഞ്ഞവർക്ക് ആഹാരം കൊടുക്കുന്നത് പഠിച്ചു അല്ലേ? അപ്പോഴൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഈശോ എല്ലാവർക്കും നന്മ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോഴേ 5 അപ്പം 2 മീനും ഈശോ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എന്തായിരുന്നു? ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ ഈശോ എന്ത് ചെയ്തു? അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ഈശോ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈശോ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയുടെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ടല്ലേ? എപ്പോഴും ഭയങ്കര ആൾക്കാർ. എന്തിനു വേണ്ടിയാണ്? ഈശോയിൽ നിന്ന് സൗഖ്യം കിട്ടാനും ഈശോ പറയുന്നത് കേൾക്കാനൊക്കെ എപ്പോഴും തിങ്ങിക്കൂടി ആൾക്കാരുണ്ടാകും. എന്നിട്ടുണ്ടല്ലോ, ഇവരെല്ലാം പോയി കഴിയുമ്പോൾ നമ്മുടെ ഈശോ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഈശോ ഉണ്ടല്ലോ ഇങ്ങനെ മലയുടെ മുകളിലേക്ക് പോകും. എന്നിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കും. തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കും. രാത്രി മുഴുവൻ ആരോട് പ്രാർത്ഥിക്കും? നമ്മുടെ പിതാവായ ദൈവത്തോട് ഈശോ ഇരുന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഈശോ എന്ത് ചെയ്യുന്നറിയാവോ? ആരുമില്ലാത്ത സ്ഥലത്തേക്ക് പോകും. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത സ്ഥലം. അവിടെ പോയിരുന്ന് ശാന്തമായിട്ട് ഈശോ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ കണ്ടു അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിച്ചു. പിന്നെ ഉണ്ടല്ലോ, ഈശോ അവസാനം എന്താ ചെയ്തത് നമുക്ക് വേണ്ടി? കുരിശിൽ മരിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് വേദനിച്ചില്ലേ? കുരിശിലൊക്കെ തറച്ച് ഈശോയുടെ കയ്യിലേക്ക് ഇങ്ങനെ ആണിയൊക്കെ അടിച്ചു കയറ്റി. നിങ്ങൾക്കറിയാവോ, നമ്മുടെ കയ്യിൽ ഒരു ചെറിയ മുറിവ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ മുറിവ് ഇത് കണ്ടു പപ്പേനും മമ്മീനെല്ലാം കൊണ്ട് കാണിച്ച് കിടന്ന് കരയുമല്ലേ ഒരു ചെറിയ മുറിവ് വരുമ്പോൾ. ഇപ്പോൾ ഈശോ ഉണ്ടല്ലോ, ഈശോയുടെ കയ്യിലേക്ക് ഇങ്ങനെ ആണി അടിച്ചു കയറ്റിയപ്പോൾ എന്ത് വേദന എടുത്ത് കാണും? ഈശോ കരഞ്ഞോ? ഈശോ പരാതി പറഞ്ഞോ? ഇല്ല. ഈശോ എന്ത് ചെയ്തെന്ന് അറിയാവോ? ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ വേദന ഉണ്ടായപ്പോഴും ഈശോ പ്രാർത്ഥിച്ചു. കുരിശിൽ കിടന്ന് ഈശോ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ തൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായപ്പോഴും സങ്കടങ്ങളുണ്ടായപ്പോഴും എല്ലാം ഈശോ എന്ത് ചെയ്തു? ഈശോ പ്രാർത്ഥിച്ചു. സന്തോഷം ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ ഈശോ എല്ലാവർക്കും നന്മ ചെയ്തു, ഒത്തിരി പേരെ അനുഗ്രഹിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, രോഗസൗഖ്യം കൊടുത്തു. അപ്പോഴൊക്കെ ഈശോ പ്രാർത്ഥിച്ചു. പിന്നെയോ ഈശോയ്ക്ക് വേദന ഉണ്ടായപ്പോൾ അല്ലേ, കുരിശുമരണത്തേക്ക് വന്നപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈശോയെ പോലെ പ്രാർത്ഥിക്കണ്ടേ? ഈശോ പഠിപ്പിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് ഈശോയോട് ചേർന്ന് ഒരു പാട്ട് പാടിയാലോ? നമുക്ക് ഒരുമിച്ച് പാടാം കേട്ടോ. പ്രാർത്ഥന കേട്ടു കനിഞ്ഞിടണേ, ഞങ്ങൾക്കു നിൻ വരം നൽകിയിടണേ. പ്രാർത്ഥന കേട്ടു കനിഞ്ഞിടണേ, ഞങ്ങൾക്കു നിൻ വരം നൽകിയിടണേ. അറിവുകളും ആനന്ദദായകമാം ജീവിതവും അലിവോടു നൽകിയിടണേ. പ്രാർത്ഥന കേട്ടു കനിഞ്ഞിടണേ, ഞങ്ങൾക്കു നിൻ വരം നൽകിയിടണേ. നന്മയിലും ദിവ്യമാം സ്നേഹത്തിലും വളർന്നിടാൻ കനിവോടു കൃപയേകണേ. പ്രാർത്ഥന കേട്ടു കനിഞ്ഞിടണേ, ഞങ്ങൾക്കു നിൻ വരം നൽകിയിടണേ. പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഒരുമിച്ച് പാടിയോ? പാട്ട് പഠിക്കണം കേട്ടോ ഇന്ന് തന്നെ. അപ്പോൾ നമ്മൾ ഈശോ പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ച്. പണ്ട് നമ്മൾ ദേവാലയത്തിൽ പോകുന്ന ഈശോയെ പഠിച്ചായിരുന്നു അല്ലേ? ദേവാലയത്തിൽ ഈശോ എന്തിനു വേണ്ടിയാണ് പോയത്? ബാലനായ ഈശോ ഈശോ പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലേ? അപ്പോഴുണ്ടല്ലോ, നിങ്ങളും എന്ത് ചെയ്യണം? ഇതുപോലെ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്?
രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞുണ്ടല്ലോ ഈശോയോട് പറയണം, ഈശോയെ ഇന്നത്തെ ദിവസത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയണം. ഒരു പുതിയ ദിവസം കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് തന്നതിന് ഈശോയെ നന്ദി എന്ന് പറയണം. അങ്ങനെ പ്രാർത്ഥിച്ച് നല്ല മിടുക്കരായിട്ട് ഓരോ ദിവസവും തുടങ്ങണം. അത് കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ പോകും അല്ലേ? സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഈശോയ്ക്ക് സ്തുതി ചൊല്ലി പ്രാർത്ഥിക്കണം. സ്കൂളിൽ ഈശോയോട് പറയണം, ഈശോയെ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരെ അനുഗ്രഹിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് വേണം സ്കൂളിലേക്ക് പോകാൻ. ഇനി സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴോ ഓരോ ക്ലാസ് തുടങ്ങുമ്പോഴും ഈശോ ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ അനുഗ്രഹിക്കണമേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പറയണം. അപ്പോൾ എന്നാ സംഭവിക്കുന്നതെന്നറിയാമോ? ഈശോ ആ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിരിക്കാൻ നന്നായിട്ട് പഠിക്കാനൊക്കെ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ നല്ല ബുദ്ധിയുള്ള നല്ല മിടുക്കരായ ഈശോയുടെ നല്ല മക്കളായിട്ട് നമ്മൾ വളരാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരും അല്ലേ? വീട്ടിലേക്ക് വന്ന് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോഴല്ലേ നല്ല മിടുക്കരായിട്ടിരിക്കണം. അങ്ങനെ ഉഴപ്പാനൊന്നും പാടില്ല. നല്ല ഒച്ചത്തിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുരിശ് വരച്ച് ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളാകണം. അത് കഴിഞ്ഞുണ്ടല്ലോ നിങ്ങൾ വൈകുന്നേരം കിടക്കാൻ പോലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും പ്രാർത്ഥിക്കണം. അപ്പോൾ ഈശോയ്ക്ക് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് വേണം കിടക്കാൻ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള നല്ല കൊച്ചു കുട്ടികൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്നൊരു വീഡിയോസിട്ട് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, രാത്രി ഉറങ്ങുമ്പോ നമുക്ക് ഈശോയുടെയും മാതാവിന്റെയും മാലാഖമാരുടെയും കൂടെ ഉറങ്ങിയാലോ? ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. സങ്കീർത്തനങ്ങൾ 3:5. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. സങ്കീർത്തനങ്ങൾ 127:2. ഈശോയെ, ഈ രാത്രി എന്നെ കാത്തു പരിപാലിക്കണമേ. ഇന്ന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഇന്ന് ഈശോയെ വിഷമിപ്പിച്ച സമയങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. സോറി ഈശോയെ. നാളെ ഈശോയുടെ നല്ല കുഞ്ഞാക്കി എന്നെ മാറ്റണമേ. വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലേ? അതിനകത്ത് എന്താ നമ്മൾ കണ്ടത്? കൂട്ടുകാർ പ്രാർത്ഥിക്കുന്നു അല്ലേ? രാത്രി കിടക്കാൻ നേരം അന്നത്തെ ദിവസത്തെ പൂർണ്ണമായും സമർപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലേ? അന്ന് തന്ന ആ നന്മകളെല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെയോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാപം ചെയ്ത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി ഈശോയെ, ഈശോയോട് നമ്മൾ ക്ഷമ ചോദിക്കണം. എന്നിട്ട് നല്ല ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഈശോയോട് പറഞ്ഞ് ഈശോയെ എൻ്റെ കൂടെ കിടക്കണേ എന്നൊക്കെ പറഞ്ഞ് ഈശോയോടും മാതാവിനോടും യേശുപിതാവിനോടെല്ലാം പ്രാർത്ഥിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇപ്പോഴുണ്ടല്ലോ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ചാണ് അല്ലേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഈശോ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിച്ചത്? ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു അല്ലേ? പിന്നെയോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചു. പിന്നെ വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു അല്ലേ? വിജനപ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിച്ചു. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു. വേദന ഉണ്ടായപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു. പിന്നെയോ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളും ഈശോയെ പോലെ എപ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടം ഉണ്ടാകുമ്പോഴും പരാതിയൊന്നും പറയാതെ നമ്മൾ ഈശോയോട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴുണ്ടല്ലോ നമ്മളെ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നമ്മളൊരു കുഞ്ഞു സുഹൃത ജപം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് ആർക്കാണ് കൊടുത്തത്? ഉണ്ണീശോയ്ക്ക് അല്ലേ? ഉണ്ണീശോയ്ക്ക് നമ്മൾ സുഹൃദയപമൊക്കെ ചൊല്ലി ഉണ്ണീശോയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങി സുഹൃദയപമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരാഴ്ചയും കൂടെ നമ്മൾ സുഹൃദയപം ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ ആഴ്ച നമ്മൾ ചൊല്ലേണ്ട സുഹൃദയപം എന്നറിയാമോ? ഉണ്ണീശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്താണ്? ഒന്നുകൂടെ പറഞ്ഞേ, ഉണ്ണീശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഈ സുഹൃദയപം 10 പ്രാവശ്യം ചൊല്ലണം കേട്ടോ. ഈ ആഴ്ച അങ്ങനെയും കൂടെ പ്രാർത്ഥിക്കണേ. അപ്പം നമുക്കൊരുമിച്ച് എഴുന്നേറ്റ് നിന്ന്
പ്രാർത്ഥിച്ചാലോ? കണ്ണടച്ച് കൈകൂപ്പി പിടിച്ചു നിന്നു കേട്ടോ. സ്നേഹമുള്ള ഈശോയെ, എങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടങ്ങളുണ്ടാകുമ്പോഴും എല്ലാം അങ്ങയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. Our God, they build